ഹായ് ഓൾ ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് RRB NTPC 2024 ഡിഗ്രി ലെവലുള്ളവർക്കൊക്കെ അപേക്ഷിക്കാനുള്ള സമയമൊക്കെ വന്നു കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ഓരോരുത്തർ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആപ്ലിക്കേഷൻ്റെ ആദ്യ ഘട്ടങ്ങളൊക്കെ ആയിട്ടുള്ളൂ, അല്ലെ പലരും അപ്ലൈ ചെയ്യാനിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ പലർക്കും ഒരു വലിയ സംശയമുണ്ട്, നമ്മൾ ഏത് RRB ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്, നമ്മൾ ഏത് RRBയിൽ അപ്ലൈ ചെയ്താൽ നമ്മൾ ഏത് സോണിലായിരിക്കും അല്ലെങ്കിൽ എവിടെയായിരിക്കും ജോലി ചെയ്യുന്നത്. ഇനി തിരുവനന്തപുരം RRBയിൽ അപ്ലൈ ചെയ്താൽ നിങ്ങൾ തിരുവനന്തപുരത്ത് തന്നെ ആയിരിക്കും അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ആയിരിക്കുമോ നിങ്ങൾ ജോലി ചെയ്യുന്നത്. ചെന്നൈയിൽ അപ്ലൈ ചെയ്താൽ നിങ്ങൾ ചെന്നൈയിൽ തന്നെ ആയിരിക്കുമോ ജോലി ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള നിരവധി സംശയങ്ങൾ പൊതുവേ കുട്ടികൾ ചോദിക്കുന്നുണ്ട്. അപ്പം നമുക്ക് RRBയെ പറ്റിയും സോണിനെ പറ്റിയും ഒരു ധാരണ ഉണ്ടാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു സംശയത്തിന് കൃത്യമായൊരു ഉത്തരം കണ്ടെത്താൻ പറ്റുകയുള്ളൂ. അതിനുശേഷം നിങ്ങൾക്ക് തന്നെ സ്വമേധയാ തീരുമാനമെടുക്കുവാനുള്ള ഒരു ഡിസിഷൻ ഉണ്ടാവും. ഇനിയും ഇവിടെ നമ്മൾ ഏതെങ്കിലും ഒരു സോൺ എടുക്കണം എന്നൊരു സജഷൻ ഒന്നും തരികയല്ല, അല്ലെങ്കിൽ ഏതൊരു RRB ചൂസ് ചെയ്യണം എന്നൊന്നും പറയുകയല്ല. എല്ലായിടത്തും നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരേ ഉത്തരവാദിത്തങ്ങൾ തന്നെയാണ്, ഒരേ ജോലി തന്നെയായിരിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, തിരുവനന്തപുരം എന്ന് പറയുന്ന ഒരു RRBയിൽ നിങ്ങൾ അപ്ലൈ ചെയ്താൽ കേരളത്തിൽ തന്നെ ജോലി കിട്ടുമോ എന്ന് ഉറപ്പ് പറയാൻ ഒക്കില്ല. കാരണം തിരുവനന്തപുരം RRB എന്ന് പറയുന്നത് സൗത്ത് സോണിൻ്റെ 2 RRBകളിലൊന്നാണ്. ഒന്ന് ചെന്നൈ RRB, മറ്റൊന്ന് തിരുവനന്തപുരം RRB ആണ്. അതായത് നിങ്ങൾ തിരുവനന്തപുരം RRBയിൽ അപ്ലൈ ചെയ്താൽ സൗത്ത് സോണിൽ, അതായത് ചെന്നൈ കേന്ദ്രമായിട്ടുള്ള സൗത്ത് സോണിൽ എവിടെയും നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടാം എന്നുള്ളതാണ് നിങ്ങളുടെ സാധ്യത. അപ്പം നമ്മൾ ആ ഒരു വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമുക്കിനി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എന്താണ് സോണുകൾ, എന്താണ് RRBs? അപ്പോൾ ഇത് രണ്ടാണ് അല്ലേ. ആദ്യമായിട്ട് കാണുന്നവരായിരിക്കും ചിലപ്പം ഈ വീഡിയോ. അപ്പോൾ അവർക്ക് സംശയം തോന്നും, ഇതെന്താണ് സംഭവം? വളരെ സിമ്പിളാണ്. സോണുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയിൽവേയുടെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റ് ആണ്. അതായത് റെയിൽവേ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു വലിയ സംവിധാനമാണ്. അപ്പോൾ ഈ ഒരു സംവിധാനത്തെ നിയന്ത്രിക്കാൻ അത്ര എളുപ്പമല്ല. അപ്പം റെയിൽവേയുടെ ഒരു ബോർഡുണ്ട്. ബോർഡിന് താഴെ വ്യത്യസ്തങ്ങളായിട്ടുള്ള സോണുകൾ ഉണ്ടായിരിക്കും. ഈ സോണുകൾക്ക് താഴെ ഡിവിഷനുകൾ ഉണ്ടായിരിക്കും. മനസ്സിലായില്ലേ? ഇങ്ങനെ താഴേക്ക് പോകുന്ന രീതി, അവസാനം സ്റ്റേഷനുകൾ വരെ വന്നു നിൽക്കുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റ് ആണ് റെയിൽവേ എന്ന് പറയുന്നത്. അപ്പം ഇത്രയും സിസ്റ്റമാറ്റിക്കായിട്ട് ഈ സംവിധാനം റൺ ചെയ്ത് പോകണമെങ്കിൽ എന്തുണ്ടാവണം? ഈ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള റൺ ആവശ്യമാണ്. അപ്പം അതിനുവേണ്ടി, ഭരണത്തിന് വേണ്ടി, അല്ലെങ്കിൽ റെയിൽവേയുടെ ഒരു സ്മൂത്തായ ഒരു ട്രാവലിന് വേണ്ടി പലപ്പോഴും സെറ്റ് ചെയ്തിരിക്കുന്ന സംവിധാനമാണ് ഈ സോണുകൾ. ഈ സോണുകളിലാണ് ഒരാൾ ജോലി ചെയ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ റിക്രൂട്ട് ചെയ്യപ്പെടുമ്പോൾ ജോലി ചെയ്യുന്നത്. പലപ്പോഴും ട്രാൻസ്ഫറുകൾ, ആദ്യമൊക്കെ ഉണ്ടാകുന്ന ട്രാൻസ്ഫറുകൾ ഈ സോണിനകത്ത് തന്നെയുള്ള പരിധികൾക്കുള്ളിലായിരിക്കും വരുന്നത്. വലിയ വലിയ തസ്തികകളിലേക്ക് മാറുമ്പോൾ സോണുകളിൽ നിന്ന് മറ്റു സോണുകളിലേക്കുള്ള ട്രാൻസ്ഫറുകൾ പൊതുവെ കണ്ടുവരുന്നുണ്ട്. ഇതാണ് സോണുകൾ എന്ന് പറയുന്നത്. അതായത് ഭരണപരമായ കാര്യത്തിന് വേണ്ടിയുള്ള ഒരു സംവിധാനമാണ്. ഇപ്പം മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും എളുപ്പം പറയാൻ പറ്റുന്ന സോണാണ് സൗത്ത് സോൺ. സൗത്ത് സോണിലെ 2 പ്രധാനപ്പെട്ട ഡിവിഷനുകളാണ്, പാലക്കാട് ഡിവിഷനും മറ്റൊന്ന് തിരുവനന്തപുരം ഡിവിഷനും. അപ്പം ഈ 2 ഡിവിഷനുകളും സൗത്ത് സോണിൽ വരുന്നതാണ്. അങ്ങനെ ഏതാണ്ട് 17 സോണുകൾ രാജ്യത്തുണ്ട്. ഈ സോണുകൾക്കെല്ലാം എന്തുണ്ട്? ക്യാപിറ്റലുണ്ട്. ഇതൊക്കെ പല പരീക്ഷകൾക്കും ചോദിക്കാറുള്ളതാണ്. അപ്പോൾ അത് പഠിച്ചു വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഇതാണ് റെയിൽവേയുടെ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് RRB. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ വന്നു കാണും, എന്താണ് RRB എന്ന് പറഞ്ഞാൽ? RRB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയിൽവേക്ക് വേണ്ടി റിക്രൂട്ട്മെന്റ് നടത്താനുള്ള സംവിധാനമാണ്. ഒന്നുകൂടി ഞാൻ പറയുകയാണ്, റെയിൽവേക്ക് വേണ്ടി റിക്രൂട്ട്മെന്റ് നടത്താനുള്ള സംവിധാനമാണ്, അല്ലാതെ സോണുകൾക്ക് വേണ്ടി റിക്രൂട്ട്മെന്റ് നടത്താനുള്ള സംവിധാനമല്ല. അതുകൊണ്ട് തന്നെ റെയിൽവേ അവരുടെ കൺവീനിയൻസ് അനുസരിച്ച് ഒരു സോണിൽ ഒന്നിലധികമോ അല്ലെങ്കിൽ ഒന്നിലധികം സോണുകൾക്ക് ഒരു RRBയോ ആ രീതിയിൽ ഇത് ക്രമപ്പെടുത്തിയിട്ടുണ്ട്. അതായത് പ്രാദേശികമായിട്ടുള്ള ആൾക്കാർക്ക്, അതായത് ഉദാഹരണത്തിന് നമ്മൾ സംസാരിക്കുന്ന കേരളത്തിൽ നിന്നുകൊണ്ടാണ്. അപ്പോൾ കേരളത്തിലുള്ളവർക്ക് കൺവീനിയൻസ് ആയിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റി തിരുവനന്തപുരത്തൊരെണ്ണമുണ്ട്. ഇനിയും തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ മലയാളികൾക്ക് മാത്രമല്ല അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലുള്ളവർക്കും പെട്ടെന്ന് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു RRB ആണ് തിരുവനന്തപുരം. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പം നമുക്ക് ഈസിലി ആക്സസ് ചെയ്യാൻ പറ്റുന്ന RRB, അതായത് ഇപ്പോൾ ജോലി എന്ന രീതിയിലോ മറ്റെന്തെങ്കിലും അഡ്മിനിസ്ട്രേറ്റീവായിട്ടോ മറ്റെന്തെങ്കിലും തൊഴിലായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് റെയിൽവേയിൽ നമുക്ക് അപേക്ഷിക്കാൻ വേണ്ടി നൽകിയിരിക്കുന്ന ഒരു സംവിധാനം. ഇപ്പം ജോലി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വേണ്ടതാണ്, രാജ്യം മുഴുവൻ വേണ്ടതാണ്. അപ്പോൾ അതിനാനുപാതികമായിട്ട് നൽകിയിരിക്കുന്ന ഒരു സംവിധാനമാണ് ഈ RRBകൾ, അതായത് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് എന്ന് പറയുന്നത്. ശരിക്കും ഇവർ റിക്രൂട്ട് ചെയ്യുന്നത് റെയിൽവേക്ക് വേണ്ടിയാണ്. അപ്പോൾ ഈ റെയിൽവേക്ക് വേണ്ടി റിക്രൂട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ റെയിൽവേ സോണുകൾക്ക് ആനുപാതികമായിട്ടുള്ള വേക്കൻസികൾ എന്ത് ചെയ്യുന്നു? റീഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഓരോ RRBകൾക്കും കൊടുക്കുന്നു. മനസ്സിലായല്ലോ?
റെയിൽവേ ആണ് തീരുമാനിക്കുന്നത്. അതായത് റെയിൽവേയുടെ ബോർഡാണ് തീരുമാനിക്കുന്നത് ഇന്ത്യയുടെ വേക്കൻസികൾ ഇന്ത്യയുടെ RRBകൾക്ക് കൊടുക്കാം എന്നുള്ള റെയിൽവേ RRBയുടെ അപ്പലറ്റ് ബോർഡാണ് തീരുമാനിക്കുന്നത്. അതനുസരിച്ച് കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു RRBക്ക് എന്ത് ചെയ്യാം, ഒരു സോണിലേക്ക് തന്നെ വ്യത്യസ്ത റിക്രൂട്ട്മെന്റ് നടത്താം. ഇനി അതല്ലെന്നുണ്ടെങ്കിൽ ഒരു RRBക്ക് വേണ്ടി ഒന്നിലധികം സോണിലേക്ക് റിക്രൂട്ട് ചെയ്യാം. ഇപ്പം മുംബൈ എന്ന് പറയുന്ന ഒരു RRB എടുക്കുമ്പോൾ അതിനകത്ത് ധാരാളം വേക്കൻസി വരാറുണ്ട്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ മുംബൈ RRB റിക്രൂട്ട് ചെയ്യുന്നത് കേവലം ഒരു RRBക്ക് വേണ്ടിയല്ല, മറിച്ച് 3-4 സോണുകളിലേക്ക് അവർ പ്ലേസ് ചെയ്യുന്നുണ്ട്. അതിനർത്ഥം ആ സോണിലേക്ക് വേറെ ആരും പ്ലേസ് ചെയ്യുന്നില്ല, ആ സോണുകളിലും വേറൊരു RRB അവരെ റിക്രൂട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. അതായത് പ്രാദേശികമായിട്ടുള്ള ഒരു എന്താ പറയുന്നത് ഇൻഇക്വാളിറ്റി ഒഴിവാക്കാൻ വേണ്ടി റെയിൽവേ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു റിക്രൂട്ട്മെന്റ് സംവിധാനമാണ് ഈ ഒരു RRB. ഇപ്പം നിങ്ങൾക്ക് സോണുകളും RRBകളും എന്താണ് എന്ന് ഏറെക്കുറെ വ്യക്തമായി കാണും. നിങ്ങളുടെ ഒരു കൺഫ്യൂഷൻ മാറി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ ഇനി നമ്മൾ ഏത് RRB വെച്ചാൽ നമ്മൾ എവിടെ ജോലി ചെയ്യും എന്നുള്ളത് സ്വാഭാവികമായിട്ടും നമ്മൾ ആ നോട്ടിഫിക്കേഷനിൽ തന്നെ, അല്ലെങ്കിൽ നമ്മൾ അവരുടെ വേക്കൻസികൾ റിക്രൂട്ട് ചെയ്തിരിക്കുന്ന RRBകളുടെ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതിനകത്ത് കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട് നിങ്ങൾ ഏതൊക്കെ മേഖലയിലേക്കായിരിക്കും ഞങ്ങൾ നിങ്ങളെ റിക്രൂട്ട് ചെയ്യുന്നത്. ഇനിയും അതുകൂടാതെ നിങ്ങൾ ആപ്ലിക്കേഷൻ ഇടുമ്പോൾ നിങ്ങളുടെ പ്രിഫറൻസ് വെക്കുമ്പോൾ ആ പ്രിഫറൻസിന്റെ കോളത്തിൽ, അതായത് അവസാനത്തെ പ്രൊസീജിയറാണ് നിങ്ങളുടെ ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള അവസാനത്തെ പ്രൊസീജിയറിൽ നിങ്ങൾ പ്രിഫർ ചെയ്യുമ്പോൾ അതിനകത്തും ഓരോരോ വേക്കൻസികൾ, ഉദാഹരണത്തിന് സ്റ്റേഷൻ മാസ്റ്റർ തന്നെ സൗത്ത് വെസ്റ്റേൺ റെയിൽവേ, സൗത്ത് ഈസ്റ്റേൺ റെയിൽവേ എന്ന് വ്യത്യസ്തമായിട്ട് വെച്ചേക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് നിങ്ങൾ ആരൊക്കെ ഏതൊക്കെ മേഖലയിലേക്കാണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത് പോലും കൊടുക്കാൻ പറ്റും. സോ ഇതാണ് ഇത് തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഓക്കെ, നമുക്കിനി കണ്ടന്റിലേക്ക് പോകാം. നമ്മൾ പ്രധാനമായിട്ടും ഇനി നോക്കാൻ പോകുന്നത് നമ്മുടെ പ്രധാനപ്പെട്ട RRBകൾ. എല്ലാ RRBകളും നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നില്ല, അത് മറ്റൊരു വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇന്ത്യയിലെ മുഴുവൻ RRBകളിലും നിലവിലുള്ള വേക്കൻസികളും അവയുടെ ഡിസ്ട്രിബ്യൂഷനും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇത് പൊതുവെ മലയാളികളായിട്ടുള്ള നമുക്ക് അടുത്തുള്ള കുറച്ച് RRBകൾ ആക്സസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് RRBകളുടെ ഡീറ്റെയിൽസ് ആണ് നമ്മളുടെ തന്നിരിക്കുന്നത്. അവിടെ എത്രത്തോളം വേക്കൻസികൾ ഉണ്ട് എന്നാണ് ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും നോക്കുന്നത്. ഇതിൽ ആദ്യം തന്നെ തിരുവനന്തപുരമാണ് നമ്മൾ നോക്കുന്നത്. ഇനി ഈ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കാണണമെങ്കിൽ നോട്ടിഫിക്കേഷൻ എടുത്തിട്ട് ഈ ഒരു കോളം തുടങ്ങുന്നതിന് ഏറ്റവും അവസാനം പോകണം. തിരുവനന്തപുരമാണ് ഏറ്റവും അവസാനം സോണ് RRBകളിൽ. അപ്പോൾ നമ്മൾ തിരുവനന്തപുരത്തിലാണ് തുടങ്ങുന്നത്, മലയാളികളായതുകൊണ്ട് തന്നെ. അപ്പം തിരുവനന്തപുരത്തെ മുഴുവൻ വേക്കൻസി എന്ന് പറയുന്നത്, അതായത് എല്ലാ ഡിഗ്രി ഗ്രാജുവേഷൻ ലെവലിൽ പേ ബാൻഡ് 5ഉം പേ ബാൻഡ് 6ഉം മുഴുവൻ ചേർത്തുകൊണ്ട് വരുന്നത് 174 വേക്കൻസിയാണ്. ഒന്നുകൂടെ പറയുന്നു, 174 വേക്കൻസിയാണ് മൊത്തത്തിലുള്ള ഓൾ ഓവർ വേക്കൻസി 174ആണ്. അതിൽ ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ എന്ന് പറയുന്നത് 51ആണ്, സ്റ്റേഷൻ മാസ്റ്റർ 65 എണ്ണമാണ്, ഗുഡ്സ് ട്രെയിൻ മാനേജർ 52ആണ്, സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് 6ആണ്. അങ്ങനെയാണ് 174 തസ്തികയുള്ളത്. അപ്പോൾ എന്ത് ചെയ്യാം, അത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത് കൂടാതെ എക്സ് സർവീസ്മെൻറ്റിന് 17 എണ്ണം കണ്ട് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ പലതുകൊണ്ട് അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കേണ്ട. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കോമൺ ആപ്ലിക്കൻസിനെ സംബന്ധിച്ചിടത്തോളം നമുക്കിതിൽ 174 എണ്ണം മാത്രമേ തിരുവനന്തപുരത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പം സ്വാഭാവികമായിട്ടും അതനുസരിച്ചായിരിക്കും നമ്മുടെ റിക്രൂട്ട്മെന്റ് നടന്നത്. RRBയുടെ കട്ട് ഓഫും ഒക്കെ തീരുമാനിക്കുന്ന ഈ ഒരു വേക്കൻസിയുടെ നമ്പറിൻ്റെ മാത്രം അടിസ്ഥാനത്തിലായിരിക്കുമെന്ന് എടുത്തു പറഞ്ഞോളട്ടെ. അടുത്തതാണ് RRB ചെന്നൈ. അതായത് സൗത്ത് സോണിൽ തന്നെ റിക്രൂട്ട് ചെയ്യുന്ന മറ്റൊരു RRB ആണ്. അപ്പോൾ ഇവിടുത്തെ മുഴുവൻ വേക്കൻസി എന്ന് പറഞ്ഞാൽ 436ആണ്. ഇനിയും ചെന്നൈയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ചെന്നൈയിൽ സതേൺ റെയിൽവേക്ക് വേണ്ടി റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ ICFലേക്ക് കൂടി റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. ICF എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രേറ്റഡ് കോച്ച് ഫാക്ടറി എന്ന് പറയുന്നതാണ്. നമ്മുടെ വന്ദേ ഭാരതൊക്കെ നിർമ്മിച്ചിരിക്കുന്ന അതേ ബോഡി ബിൽഡിംഗ് യൂണിറ്റ് ആണ്. അതായത് റെയിൽവേയുടെ ബോഡി ഉണ്ടാക്കുന്ന സംവിധാനമാണ്. അവിടെ കൂടി റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. അവിടെ 436 വേക്കൻസിയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വേക്കൻസി നോക്കിയാണെങ്കിൽ നിങ്ങളത് നോക്കുക. ഇനിയും പോസ്റ്റുകളാണെങ്കിൽ ആ പോസ്റ്റുകളും നോട്ടിഫിക്കേഷനിൽ അവൈലബിൾ ആണ്. നിങ്ങൾ അതിൽ കയറി നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. ഇനി അടുത്തത് RRB ബാംഗ്ലൂരാണ്. ബാംഗ്ലൂരിൻ്റെ കോൺടസ്റ്റിലേക്ക് വരികയാണെങ്കിൽ അവിടുത്തെ ടോട്ടൽ വേക്കൻസി 496ആണ്. മനസ്സിലായല്ലോ, 496ആണ്. 496 വേക്കൻസികൾക്ക് വേണ്ടിയാണ് ബാംഗ്ലൂർ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. തിരുവനന്തപുരത്തെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ് ഇവിടുത്തെ വേക്കൻസി എന്നുള്ളത് എടുത്തു പറയാമല്ലോ. അടുത്തത് ഇനി നോക്കേണ്ടത് സെക്കൻഡറാബാദ് ആണ്. സെക്കൻഡറാബാദിൽ വേക്കൻസി 478 എണ്ണമാണ്. ടോട്ടൽ വേക്കൻസി 478 എണ്ണമാണ്. അപ്പം ആ ഒരു വേക്കൻസി വളരെ കൂടുതലാണ്, തിരുവനന്തപുരത്തെ അപേക്ഷിച്ച് കൂടുതലാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് RRB മുംബൈ ആണ്. RRB മുംബൈയിൽ 827 വേക്കൻസികളാണുള്ളത്. ഈ RRB മുംബൈയുടെ കോൺടസ്റ്റ് എടുക്കുമ്പോൾ അതിനകത്ത് സെൻട്രൽ റെയിൽവേ, സൗത്ത് സെൻട്രൽ റെയിൽവേ, വെസ്റ്റേൺ റെയിൽവേ ഇത്രയും റെയിൽവേക്ക് വേണ്ടി ഇവർ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇതാണ് വെക്കുന്നതെങ്കിൽ നിങ്ങൾ ഓരോന്നിൻ്റെയും സ്റ്റേഷൻ മാസ്റ്ററും
ഓരോന്നിൻ്റെയും ഗുഡ്സ് കാർഡ് എടുത്ത് സെലക്ട് ചെയ്യേണ്ടി വരും. ഇവിടുത്തെ വേക്കൻസി നമുക്ക് കണ്ടറിയാം 827 വേക്കൻസിയോളം ഇവിടെ ഉണ്ട്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ വേക്കൻസി. ഇനി മുംബൈക്കാളും കൂടുതൽ വേക്കൻസി ഉള്ള ഒരു RRB ഉള്ളത് കൽക്കട്ടയാണ്. അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ പ്രിഫറൻസ് ആണ്. ഇനി നമ്മൾ എല്ലാ RRBകളെയും എടുത്ത് നമ്മളൊരു വീഡിയോ ചെയ്യുന്നുണ്ടായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്കത് അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പരീക്ഷ എഴുതാനുള്ള സെൻറ്ററൊക്കെ ചിലപ്പോൾ ഇവിടെ കിട്ടിയെന്നിരിക്കും, ചിലപ്പോൾ കിട്ടിയില്ലെന്നിരിക്കും. അതൊക്കെ വെച്ചിട്ട് വേണം നമ്മളത് സെൻറ്റർ ചൂസ് ചെയ്യാൻ. അപ്പം സെൻറ്ററുകളൊക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായാൽ നമുക്ക് ദൂരേക്ക് പോകേണ്ടി വരും. അപ്പം ദൂരെ പോയി പരീക്ഷ എഴുതാൻ താല്പര്യമുള്ളവരൊക്കെ ആണെങ്കിൽ എവിടെ വെക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല, പോയി ധൈര്യമായിട്ട് എഴുതുക. ഒരു ജോലി ചെയ്യാൻ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നത് വ്യത്യസ്തമായ ഒരു എക്സ്പീരിയൻസ് ആണ്. അതൊക്കെ നിങ്ങളുടെ മാത്രം വ്യക്തിപരമായ കാര്യമാണ്, നിങ്ങളുടെ മാത്രം താല്പര്യത്തിൽ എടുക്കേണ്ട തീരുമാനമാണ്. നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ തരിക എന്നുള്ളത് മാത്രമാണ്. ഇനിയുള്ള കാര്യം പഠിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ RRB NTPCയുടെ നോട്ടിഫിക്കേഷൻ വന്നു, വേക്കൻസികൾ വന്നു, ഇനി പഠിച്ചു തുടങ്ങേണ്ട സമയമാണ്. അതിന് ഏറ്റവും സ്മാർട്ടായ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സ്മാർട്ടായിട്ട് പഠിച്ചു തുടങ്ങുക. RRB NTPCയുടെ ഏറ്റവും ക്രീമായിട്ടുള്ള ക്ലാസ്സുകൾ നടത്തുന്നത്. നമ്മുടേത് ലോകത്ത് എവിടെ നിന്ന് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ക്ലാസ് ആണെന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഏറ്റവും എക്സ്പെർട്ട് ആയിട്ടുള്ള ഫാക്കൽറ്റീസാണ് നമ്മുടെ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നത്. ധാരാളം റാങ്ക് ഹോൾഡേഴ്സിനെ സൃഷ്ടിക്കാൻ ഞങ്ങൾക്ക് ആയിട്ടുണ്ട് എന്നുള്ളത് അഭിമാനപൂർവ്വം തന്നെ പറഞ്ഞുകൊള്ളട്ടെ. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ കോഴ്സിന് ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഇനിയും ലേറ്റ് ആക്കേണ്ട, ഉടൻ തന്നെ ജോയിൻ ചെയ്യുക. എത്രയും പെട്ടെന്ന് ഈ ഒരു ബാച്ചിൽ തന്നെ നിങ്ങൾക്ക് റെയിൽവേയിൽ ഒരു ഉന്നതമായ ജോലി കരസ്ഥമാക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.